ഇപ്പോൾ ക്രൂഡ് ഓയിലാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും എങ്ങനെയാണ് ബാധിക്കുക? അതുപോലെ തന്നെ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട സെക്ടറുകൾ ഏതൊക്കെയാണ്? ക്രൂഡിൻ്റെ പ്രൈസ് ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡിൻ്റെ വില ഉയരുമ്പം ബാക്കിയുള്ള സാധനങ്ങളുടെ വിലയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷന് വളരെ വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ എക്കണോമിയിൽ അത് നല്ല രീതിയിൽ ബാധിക്കും. അതപ്പം നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ തരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഏവിയേഷൻ പോലുള്ള സെക്ടേഴ്സ് ഒക്കെ വലിയ രീതിയിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ക്രൂഡിൻ്റെ വില ഉയരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഡിഫൻസ് സെക്ടറുകളിലൊക്കെ ഇൻഡയറക്റ്റ്ലി ചെറിയ രീതിയിൽ ഡിഫൻസ് ഓയിൽ സെക്ടറുകളിലൊക്കെ ചെറിയ രീതിയിലൊരു പോസിറ്റിവിറ്റി കാണാറുണ്ട്. ആഗോള സംഘർഷങ്ങൾ കാരണം ഡോളർ കരുത്താർജിക്കുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ പ്രവാസി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി നിക്ഷേപകർക്ക് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇങ്ങോട്ട് അയക്കുമ്പോൾ അവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് കൊണ്ടും അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കണക്കിലെടുത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റിൽ. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പീസ് വീക്കാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാറുണ്ട്. പ്രധാനമായിട്ട് FAS ഡോളർ സ്ട്രോങ് ആകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിൽ സെൽ ഓഫ് ചെയ്ത് FAS ഫണ്ട് കൊണ്ടുപോകും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സാധാരണ കാണാറുണ്ട്. നമ്മളിപ്പോഴും ഈ ഒരു യുദ്ധത്തെ തുറന്നൊക്കെ ഇല്ലെങ്കിൽ ഡോളറിൽ ഒരു നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് വീക്കാകുന്ന സമയത്തൊക്കെ നല്ല രീതിയിലൊരു സെൽ ഓഫ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ വിദേശത്തുള്ളവർക്കൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ അവരുടെ കയ്യിൽ എമൗണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ അവിടെ അവർ കീപ്പ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ നടത്താനും പറ്റിയൊരു അവസരമാണ്. നമ്മൾ കാണുന്ന ഒന്നാണ്, യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ഓഹരി വിപണി അസ്ഥിരമാകും, ആളുകൾ കൂടുതലും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സംഘർഷം കണക്കിലെടുക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത് നമ്മൾ. അപ്പം ആളുകള് ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം? സ്വർണ്ണവില ഇനിയും ഉയരാനുള്ളൊരു സാധ്യതയുണ്ടോ? നിലവിൽ സ്വർണത്തിൻ്റെ വില ഇടിയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡോളർ അവിടെ സ്ട്രോങ് ആകുന്നത് തന്നെയാണ്. അപ്പം താൽക്കാലിക പിന്നെ ഓൾറെഡി ഗോൾഡ് കഴിഞ്ഞ 2 വർഷത്തിൽ വളരെ വലിയ രീതിയിലുള്ളൊരു റാലി നമ്മൾ കണ്ടു. ഇനി അത്തരത്തിലുള്ളൊരു റാലിയോ ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഷോർട്ട് ടൈമിൽ പോലും നല്ല രീതിയിലുള്ളൊരു റാലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട് ഗോൾഡിൽ. അപ്പം ഇതൊക്കെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം താൽക്കാലികമായിട്ട് വില കയറുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെറിയൊരു അലോക്കേഷൻ ഗോൾഡിലോട്ട് മാറ്റിവെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകൾ കൂടുതൽ ശ്രദ്ധയാർജിക്കാറുണ്ട്. അപ്പം സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായ്മയുണ്ട് എന്ന് തോന്നാറുണ്ടോ? ഇനിയും ആളുകൾ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ തോന്നാറുണ്ടോ? ആക്ച്വലി ഇപ്പം ഡിഫൻസ് സെക്ടറിൽ നമുക്ക് എപ്പോഴും ഒരു സെക്ടറിൽ നമുക്ക് സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഡിഫൻസ് സെക്ടർ ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് വളരെ വലിയ രീതിയിലൊരു റാലി നടത്തിയിട്ടുള്ള ഒരു സെക്ടറാണ്. അവരുടെ ലോങ് ടൈമിൽ പല കമ്പനികളും നമ്മൾ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു സെക്ടർ നോക്കുമ്പോൾ ഇനിയും ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിധിയിൽ കൂടുതൽ റാലി വന്നതുകൊണ്ട് ആ ഒരു സെക്ടർ ഓവർ വാല്യൂഡ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഡിഫൻസ് സെക്ടറും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് 6 മന്ത്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ സെൽ ഓഫ് വന്നപ്പോഴും ഡിഫൻസ് സെക്ടർ വലിയ രീതിയിൽ വീഴാണ്ട് പിടിച്ചു നിന്നു എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സോ അതിൻ്റെ അർത്ഥം തന്നെ പറയുന്നത് മേ ബി ഒരു പരിധിവരെ അതിൻ്റെ വാല്യുവേഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇനി മാർക്കറ്റിൽ ഒരു റാലി വരുമ്പോൾ ഡിഫൻസ് സെക്ടർ നല്ല രീതിയിൽ റാലി ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ടൈമോ ഇല്ലെങ്കിൽ ഒരു ലോങ് ടൈം പോയിന്റിലൊക്കെ ചിന്തിക്കുന്നവർക്ക് നിലവിൽ 1-2 മാസത്തിൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു 1 ഇയറിലോ ഇല്ലെങ്കിൽ അടുത്തൊരു ബുൾ റണ്ണിൽ നല്ല റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ഡിഫൻസിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം.